പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വൈറലായ ഒരു സഹോദരിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. വയനാട് ജില്ലയിലുള്ള നസീറ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഒരു നായയുടെ വായിൽ എല്ലു കുടുങ്ങിയ സമയത്ത് അവർ ആ ഒരു കൊള്ളി കൊണ്ട് അത് മാറ്റിക്കൊടുത്തു. ആ ഒരു നല്ല പ്രവൃത്തിയുടെ പേരിൽ ഒരുപാട് ആളുകൾ അവരെ അഭിനന്ദിക്കുകയും പിന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ ആ നായയുടെ വായിൽ നിന്നും എല്ല് മാറ്റിക്കൊടുത്തത് ദീൻപരമായി നോക്കിയാൽ അവർ ചെയ്തത് ശരിയാണോ? ഇസ്ലാമിൽ നായ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്നുള്ള നിയമമുണ്ടോ? എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നായ ഒരാളെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നുള്ള നിയമം വന്നത്? നായ, പട്ടി, ശ്വാനൻ, ആ നായിൽ നിന്നും മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 10 കാര്യങ്ങളുണ്ട്. വിശദമായി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറന്നു പോവണ്ട. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ റബ്ബ് തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പലരും രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്നു, വീടുകളിൽ കഴിയുന്നു. അള്ളാഹുവേ പടച്ചവനെ, ആർക്കൊക്കെ എന്തൊക്കെ പ്രയാസ രോഗങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു വാർത്ത വന്നിരുന്നു. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ച് കാണാം, പത്രത്തിലൊക്കെ വന്നിരുന്നതാണത്. ഒരു തെരുവ് നായയെ രക്ഷിച്ച ഒരു സഹോദരി. ആ സഹോദരിയുടെ പേര് നസീറ എന്നാണ്, നസീറ താത്ത. വയനാട് ജില്ലയിലെ പിണങ്ങോട്ട് സ്വദേശിയായ നസീറ എന്നൊരു സഹോദരി. ഒരു വൈറലാവും. ഇങ്ങനെ വൈറലായത് അവർ ഈ തൊഴിലുറപ്പ് കഴിഞ്ഞു വരുന്ന ഏതോ ഒരു സഹോദരി, അങ്ങനെയാണ് അവരുടെ വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒരു സഹോദരി പറഞ്ഞു, അവിടെ ഒരു നായയുടെ, പട്ടിയുടെ വായിൽ എല്ല് കുടുങ്ങിയിട്ട് അത് പുറത്തെടുക്കാൻ പറ്റാതെ അതിൻ്റെ തല ഈ തറയിലിട്ടിങ്ങനെ ഉരക്കുകയാണ് എന്ന് പറഞ്ഞു. ഭയങ്കര വേദനയുണ്ട്, അതുകൊണ്ടാണല്ലോ ഭയങ്കര ഒരു മുരൾച്ചയും ചെറിയ ബന്ധു സൗണ്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ട്, എടുത്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പേടി കാരണം ഇനി എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കോ എന്നൊക്കെ വിചാരിച്ച് അവരാരും അതിന് മുതിരുന്നില്ല. അങ്ങനെ ഈ നസീറ എന്ന് പറയുന്ന സഹോദരി അവർ ധൈര്യസമേതം മുന്നോട്ട് ചെന്ന് ഒരു കമ്പെടുത്ത്, ഒരു കൊള്ളി എടുത്തിട്ട് ആ എല്ലിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ആദ്യം അത് മാറ്റാൻ പറ്റിയില്ല, പിന്നീട് അത് അവരിങ്ങനെ പറയുന്നുണ്ട്, ഒരു കുട്ടിയോട് പറയുന്നത് പോലെ പറയുന്നു, വായ ഒന്നുകൂടി തുറന്നേ. അപ്പോൾ ആ പട്ടി ഇങ്ങനെ അനുസരണയോടെ. അപ്പോൾ ഇവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പേടിയായില്ലേ എന്ന്. ആ പട്ടിയുടെ വായിൽ തൊടാനും അല്ലെങ്കിൽ എല്ലിങ്ങനെ എടുത്തു കൊടുക്കാനും പേടിയുണ്ടായില്ല. അവർ പറഞ്ഞത്, പേടിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല, കാരണം ജീവൻ രക്ഷിക്കാനാണല്ലോ അതിന് വേണ്ടത്, അതുകൊണ്ട് അത് ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ധൈര്യസമേതം ഒരു കൊള്ളി എടുത്തിട്ട് ആ എല്ല് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ എല്ല് മാറ്റി കൊടുക്കുന്നു. ഉടൻ തന്നെ പട്ടി എന്ത് ചെയ്യുന്നു, ഓടി പോകുന്നുണ്ട്. അവർ പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് ഒരു ദിവസം കഴിയുമ്പോൾ ആ നായ വീണ്ടും ഇവരുടെ അടുക്കൽ വരികയാണ്. വന്നിട്ട് അവർ പറയുന്നുണ്ട്, നമുക്കൊരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ നമുക്കൊരു നന്ദി ഉണ്ടാവില്ല. പലപ്പോഴും നമ്മളിങ്ങനെ കൈപോക്കി നന്ദി ഉണ്ടെന്നൊക്കെ പറയില്ലേ, ആ ഒരു രൂപത്തിൽ ഒരു മനുഷ്യൻ നന്ദി കാണിക്കുന്ന രൂപത്തിൽ വലിയൊരു നന്ദി പ്രകടനം ആ സഹോദരിയുടെ മുന്നിൽ ആ നായ കാണിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണും, എല്ലാ ചാനലുകളിലൊക്കെ അത് വന്നതാണ്. അപ്പം നായ എന്ന് പറഞ്ഞാൽ അതൊരു നന്ദിയുള്ള ജീവിയാണ് അല്ലേ? നായ, പട്ടി. നന്ദി ചെയ്യുന്നതിൽ നായയെ കവച്ചു വെക്കാൻ വേറെ ഒന്നുമില്ല. അത് ഓർത്തു വെക്കുമെന്നാണ്, അതിൻ്റെ യജമാനിനെ ഓർത്തു വെക്കും. ഏത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും അതിൻ്റെ യജമാനിനെ എത്ര വർഷം കഴിഞ്ഞാലും തനിക്ക് ഭക്ഷണം തന്ന അല്ലെങ്കിൽ തന്നെ സഹായിച്ച ആ ഒരാളെ ഓർത്തു വെക്കുന്ന ജീവിയാണ് ഈ നായ എന്നുള്ളത്. പക്ഷെ പൂച്ച അങ്ങനെയല്ല. പൂച്ച എന്ന് പറഞ്ഞാൽ അത് പുലിവർഗത്തിൽപ്പെട്ടതാണ്. ഒരു നന്ദി പ്രകടനം ഉണ്ടാകും, പക്ഷെ അത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. അങ്ങനെയാണ് പൂച്ച. ഈ നായ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളൊരു ജീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമാണ് എനിക്ക് ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീ, അവർ മോശപ്രവർത്തനം ചെയ്യുന്നവരായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നായ ഒരു കിണറിൻ്റെ അരികത്ത് നിന്നിട്ട്, അതിൻ്റെ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് കിണറിൻ്റെ പരിസരത്തുള്ള മണ്ണിങ്ങനെ നക്കുകയാണ് ദാഹിച്ചിട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ ആ കിണറ്റിലേക്ക് ഇറങ്ങി അവർ ധരിച്ചിരുന്ന ചെരുപ്പിൽ വെള്ളം നിറച്ചിട്ട് ആ നായക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല അവർ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ട് അവരെ സ്വർഗത്തിലേക്ക് കടത്തിയ ഒരു ചരിത്രം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതേ റസൂൽ തന്നെയാണ് വീണ്ടും മറ്റൊരു ചരിത്രം പറയുന്നത്. നിസ്കാരക്കാരിയായിരുന്ന, ഇബാദത്ത് ചെയ്തിരുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്ന ഒരു പെണ്ണ്, അവൾ എന്തു ചെയ്തു? തൻ്റെ വീട്ടിലുള്ള പൂച്ചയെ കെട്ടിയിട്ടു. അതിൽ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ നിസ്കാരവും അള്ളാഹു സ്വീകരിച്ചില്ല. ഒരു ഇബാദത്തും ആരാധനയും സ്വീകരിക്കാതെ പടച്ചവൻ ആ പെണ്ണിന് നരകമാണ് കൊടുത്തത്. അപ്പോൾ ഈ നായ പോലെയുള്ള, പൂച്ച പോലെയുള്ള ഏതൊക്കെ ജീവികളുണ്ടോ അവകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവകളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കുക. അത് അള്ളാഹ്ക്ക് മാത്രമല്ല, അത് കാണുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ നസീറ താത്ത അവർ വൈറലായല്ലോ. അപ്പോൾ അവർ ചെയ്ത ആ ഒരു നല്ല കാര്യം, പ്രയാസപ്പെടുന്ന ആ നായ അതിൻ്റെ വായിൽ നിന്ന് എല്ലെടുത്ത് മാറ്റി കൊടുക്കുന്നു. ചിലപ്പോൾ എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല. അവർ ധൈര്യസമേതം വന്നത് ചെയ്തു. അപ്പോൾ അള്ളാഹുവിന് ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. പടച്ചവൻ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലേ? ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അവരെ ഇൻ്റർവ്യൂ എടുക്കാനും അവരെ കാണാനും അവരുടെ വിശേഷങ്ങൾ തിരക്കാൻ. അവർ മാധ്യമപ്രവർത്തകർ വന്ന് അവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ നായ അവിടെ വരുന്നുണ്ട്. ആ നായ അവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ ആ നായയുടെ ഒരു നന്ദി പ്രകടനം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോയിലൊക്കെ. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നായയെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിൽ നായയെ തൊട്ടാൽ നായ വിരോധിയാണ്, പട്ടി വിരോധിയാണ് മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറയാൻ, പട്ടി എവിടെ വെച്ച് കണ്ടാലും എറിഞ്ഞു കൊല്ലണം, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല കേട്ടോ. ഇപ്പം ഞാനിത് പറയുമ്പോൾ തെരുവ് നായക്കൾ ഒരുപാടുണ്ട്. ഇപ്പം എത്രയോ നമ്മുടെ മക്കളെ, അല്ലേ, നമ്മളെ തന്നെ, നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, കടിച്ച് കീറിയിട്ടുണ്ട്, കടിച്ച് കൊന്നിട്ടുണ്ട് ഈ തെരുവ് നായ്ക്കൾ. അപ്പോൾ ഞാനിത് പറയുന്നത് നായയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, മറിച്ച് അവരാ ചെയ്ത കാര്യം അത് നല്ലതാണ് എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവാം. അപ്പം അതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കാരണം എന്താണ്? നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കൂട്ടി നിൽക്കരുത്. ഒരുപാട് നായ സ്നേഹികളുണ്ട്. അത് ആ നായ അവരെ കടിക്കുമ്പോഴേ അവരുടെ ആ നായ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നായ അവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം അവർ നായ സ്നേഹികൾ തന്നെയാണ്. അത് നമ്മുടെ ചർച്ചയിൽ അങ്ങോട്ട് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, നായ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ കണ്ടുകൂടാൻ പറ്റാത്തൊരു ജീവിയാണ്, എറിഞ്ഞു കൊല്ലേണ്ട ജീവിയാണ്. അതുപോലെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്നൊക്കെ പലരും പറയാറുണ്ട്. ശരിയാണ്. എന്ത് ശരിയാണ്? നായ തൊട്ടാൽ 7 വട്ടം കഴുകണം. ഷാഫിഈ മദ്ഹബിൽ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. അതിൽ 1 വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം കഴുകേണ്ടതെന്നാണ്. ഇതിൻ്റെ സയൻറ്റിഫിക്കലായ കാര്യങ്ങൾ ഇതിപ്പോൾ പറയുമ്പോൾ വിമർശിക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് കാര്യം ഇപ്പോൾ വിമർശിക്കാൻ പറ്റാത്തത്? ഏത് കാര്യം വിമർശിക്കാം. വസ്തുനിഷ്ഠമായി പഠിക്കാനാണെങ്കിലോ അതിനും നമുക്ക് സൗകര്യമുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ നായയുടെ വായിൽ നിന്നും വരുന്ന ഈള ഉണ്ടല്ലോ, അതിൻ്റെ ഉമിനീര് തുപ്പൽ, അതിൽ എത്രമാത്രം ബാക്ടീരിയകളും നമുക്ക് പല രോഗങ്ങളും ഉണ്ടാക്കുന്ന അണുക്കളുമുണ്ട് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടുകൾ ഒരുപാട് നെറ്റുകളിൽ കിട്ടും, നമുക്ക് സംവിധാനങ്ങളിൽ കിട്ടും. അതൊന്ന് കണ്ടു നോക്കാം. പലപ്പോഴും ആ നായയിലെ നാവിൽ നിന്നും വരുന്ന ആ ഒരു ഉമിനീരിൽ ഉള്ള പല ബാക്ടീരിയകളെയും നശിപ്പിക്കാൻ മണ്ണിന് കഴിയും. അതുകൊണ്ടാണ് ഈ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണമെന്ന് നമുക്ക് ഹദീസിലൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ഏത് നായ തൊട്ടാലും 7 വട്ടം കഴുകണം അങ്ങനെയില്ല. അതായത് ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ നനവുള്ള നായ, അതാരും ശ്രദ്ധിക്കുക. നനവുള്ള നായ, ഇപ്പോൾ മഴ നനഞ്ഞു വരുന്ന ഒരു നായ അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ള അംശമുള്ള നായ, അത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നമ്മുടെ തൊട്ടാലാണ് അവിടെ നമ്മൾ 7 വട്ടം കഴുകേണ്ടത്. ഇനി ഒരു നനവില്ലാത്ത നായ, ചുമ ഉണങ്ങി നിൽക്കുന്ന നായയാണ്, ശരീരത്തിൽ നനവൊന്നുമില്ല, അതിപ്പോൾ നമ്മുടെ ശരീരത്തോടെ ചുമ തൊട്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലൊന്നും മുട്ടിപ്പോയി എന്ന് വെച്ച് അവിടെ 7 വട്ടം കഴുകേണ്ട കാര്യം ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിറ്റ് ഔട്ടിൽ നായ കയറിയാൽ അവിടെ 7 വട്ടം കഴുകണോ? അങ്ങനെയുള്ളൊരു ചോദ്യം പലരും ചോദിച്ചിരുന്നു. അവിടെയും ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നായ കയറി എന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? അവിടെ നായയുടെ കാൽപ്പാടൊന്നുമില്ല, ചില രോമങ്ങൾ കിടക്കുന്നുണ്ട്. നനമൊന്നുമില്ല, ചില രോമങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? അത് 1 വട്ടം കൊണ്ട് കഴുകി കളഞ്ഞേക്കുക, അത് അടിച്ച് കളഞ്ഞേക്കുക, അപ്പോൾ തന്നെ ശുദ്ധിയാവും. എന്നാൽ പുറത്തു നിന്നും നനഞ്ഞിട്ട് കയറി നിൽക്കാൻ വന്ന നായയാണ്, അത് നമ്മുടെ സിറ്റൗട്ടിൽ അങ്ങോട്ട് കിടന്നു, നായ അവിടെ മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ എന്താ നായ അവിടെ കിടന്നു ഉരുണ്ടു, അതിൻ്റെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ അവിടെ വീണു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ 7 വട്ടം കഴുകൽ വേണ്ടത് കേട്ടോ. ഇസ്ലാമിൽ നായ വളർത്താൻ പറ്റുമോ? പറ്റുമല്ലോ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ലോകം മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾ ഓതുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ കഹ്ഫ് എന്നാണ്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹാനിവാസികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വിശുദ്ധ ഖുർആനിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 7 യുവാക്കളുടെ ചരിത്രം വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു. 7 യുവാക്കളുടെ കൂടെ ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു നായയുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല ആ നായയുടെ ചരിത്രം പറയുന്നുണ്ട്.
ഖിത്തുമീർ എന്നാണ് ആ നായയുടെ പേരെന്നാണ്. സ്വർഗത്തിൽ കടക്കുന്ന നായയാണ് ഈ ഖിത്തുമീർ എന്ന് പറയുന്ന നായ. അപ്പൊ ഇവിടെ മഹത്തുക്കൾ ചർച്ച ചെയ്യുന്നു, നായയെ മുസ്ലിമീങ്ങൾക്ക് വളർത്താൻ പറ്റുമോ? വളർത്താം. എങ്ങനെ? വേട്ടയ്ക്ക് വേണ്ടി വളർത്താം, അതുപോലെ കാവലിന് വേണ്ടി വളർത്താം, അതുപോലെ നമ്മുടെ കൃഷി, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് അതൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ കൊള്ളക്കാർ വരും, സാധ്യതയുണ്ട്. അപ്പോൾ അവരെ തുരത്താൻ വേണ്ടി നായ നമുക്ക് വളർത്താം. അതുപോലെ തന്നെ കള്ളന്മാരുടെ ശല്യമുണ്ട്, കൊള്ളക്കാരുടെ ശല്യമുണ്ട് എങ്കിൽ അവരുടെ ആ ശല്യത്തിൽ നിന്നും ഒഴിവാവാനും നമുക്ക് നായയെ വളർത്താമെന്നാണ്. അല്ലാതെ ഇന്ന് കാണുന്ന തരത്തിൽ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ഒരു ആളാക്കി വളർത്താനുള്ള ആ ഒരു അനുവാദം ഇസ്ലാം തരുന്നില്ല എന്നേ ഉള്ളൂ. അതിനൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്നാമത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളായാൽ അള്ളാഹ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ പിന്നെ യുക്തി അന്വേഷിച്ച് നടന്നാൽ ഒന്നും കിട്ടൂല. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇബാദത്താക്കും. പിന്നെ നായ വളർത്താമെന്ന് പറഞ്ഞല്ലേ, ആ നായ എവിടെ? നമ്മുടെ വീടിൻ്റെ പുറത്ത് ഒരു കൂട്ടിൽ വളർത്തുന്നതിന് തടസ്സമില്ല കേട്ടോ. അത് എന്ത് കാര്യത്തിനാണ്? ഈ കാര്യത്തിനാവണം, അല്ലാതെ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ ആവരുത്, ഒരു സ്റ്റാറ്റസിന് വേണ്ടി. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ, വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീട്ടിൽ വില കൂടിയ നായ ഉണ്ടോ എങ്കിൽ ആ വീട് പണക്കാരുടെ വീട്, അങ്ങനെ ആവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസിലേക്ക് മാറുന്നൊരു കാലമാണ്. അത് നമുക്ക് പറ്റൂല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വിഷയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, പട്ടിയിൽ നിന്നും നായിൽ നിന്നും മനുഷ്യനായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങളുണ്ട് കേട്ടോ. ഓടിച്ച് പറഞ്ഞുതരാം. ഒന്ന്, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രാത്രി കുറച്ചു മാത്രം ഉറങ്ങുന്ന ജീവിയാണ് നായ. നമ്മളും അങ്ങനെ ആവണമെന്നാണ്. രാത്രി കുറച്ച് ഉറങ്ങുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുഹിബ്ബീങ്ങളായ ആളുകളുണ്ട്, സ്വാലിഹീങ്ങളായ ആളുകൾ, അവർ രാത്രി എഴുന്നേറ്റിട്ട് നമസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്നവരാണ്. അവർ കിടന്ന് സുബ്ഹി ഖളാ ആക്കി ഉറങ്ങുന്നവരല്ല. നായ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് ചെറിയ ശബ്ദമായാലും അതിങ്ങനെ ചിലപ്പോൾ എഴുന്നേറ്റ് നോക്കും, അല്ലെങ്കിൽ അത് കണ്ണെങ്കിലും തുറക്കും, ചുറ്റുപാടും എന്താ നടക്കുന്നതെന്നുള്ള നല്ല ബോധ്യത്തോടു കൂടിയായിരിക്കും അത് ഉറങ്ങുക. അങ്ങനെയാവണം ഉറങ്ങേണ്ടതെന്നാണ്. രണ്ടാമത്തേത് ഖില്ലത്തു ത്വആം എന്നാണ്, അതായത് അല്പം ഭക്ഷണം. നായ എന്ന് പറഞ്ഞാൽ അത് സ്വാലിഹീങ്ങളുടെ ഒരു അടയാളമാണ്. അല്പം ഭക്ഷണം കഴിക്കുക. വയറ് 3 ഭാഗിച്ചിട്ടുണ്ട്, ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം വെറുതെ ഒഴിച്ചിടണമെന്നാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നല്ലോ, കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളായിരുന്നു എന്നാണ്. ഇതെല്ലാം വലിച്ചുവാറി തിന്നുന്ന ഒരവസ്ഥ, ഒരു സ്വഭാവം നബി തങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇന്നിപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? വിശപ്പിന് വേണ്ടിയാണോ? അല്ല, മറിച്ച് രുചിക്ക് വേണ്ടിയാണ്. രുചി കൂടുതൽ കിട്ടും എവിടെയുണ്ടോ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു, അല്ലാതെ വിശപ്പ് മാറ്റാനല്ല ഇന്ന് ഭക്ഷണം കഴിക്കുന്നു. മൂന്നാമത്തേത്, ഈ നായ എത്ര ആട്ടിപ്പായിച്ചാലും യജമാനിനെ മറക്കൂല സാധനം, അല്ലേ? എത്ര സങ്കടം വന്നാലും നമ്മൾ അള്ളാനെ മറക്കാൻ പാടില്ല എന്നുള്ള ഒരു പാഠമാണ് ഈ നായിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതെന്നാണ്. രോഗം വരാം, കടം വരാം, ബുദ്ധിമുട്ട് വരാം, അപ്പോഴൊക്കെ നമ്മുടെ യജമാനാകുന്ന പടച്ചോനെ നമ്മൾ തള്ളി പറയാൻ പാടില്ല. നാലാമത്തേത്, താമസിക്കാൻ ഈ നായക്ക് ഒരു സ്ഥലം മതി, അല്ലേ? വലിയ വിശാലമായ ഒരു ബംഗ്ലാവൊന്നും നായക്ക് കിടന്നുറങ്ങാൻ വേണ്ട. ഏത് സ്ഥലമുണ്ടെങ്കിലും അവിടെ കിടന്നത് ഉറങ്ങിക്കോളും. കനാഅത്തുള്ള ജീവിയാണ്. വലിയ കൊട്ടാരം ഇല്ലെങ്കിലും വലിയ കാറില്ലെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പോവണം എന്നുള്ള ഒരു പാഠം നമുക്ക് നായിൽ നിന്നും പഠിക്കാനുണ്ട്. അഞ്ചാമത്തേത്, നാട് മുഴുവനും ഇത് സഞ്ചരിക്കുന്നതാണ്, അല്ലേ? നമ്മുടെ വീട്ടിലെ പട്ടിയാണെങ്കിലും അതിനൊന്നും അയച്ചു വിട്ടാൽ അതിങ്ങനെ സഞ്ചരിക്കും, ഒരുപാട് ഇങ്ങനെ സഞ്ചരിക്കും, അല്ലേ? അതായത് സീറൂ ഫിൽ അർള്, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയും, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കും. വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, ഒന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഒന്ന് ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ ഈ ലോകമൊക്കെ ഒന്ന് കാണുക. അള്ളാഹു താല എത്രയോ അത്ഭുതങ്ങൾ വെച്ചിട്ടുണ്ട്, അല്ലേ? എത്രയോ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. എത്രയോ രോഗികൾ, അള്ളാഹു രോഗികളെ കാണുമ്പോൾ പടച്ചോനെ ഈ രോഗമൊന്നും എനിക്ക് തന്നില്ലല്ലോ. എത്രയോ യാചകന്മാർ, അള്ളാഹു എന്നെ അതുപോലെ ആക്കിയില്ലല്ലോ. അള്ളാഹുവിന് ശുക്ർ പറയുക, ഹംദ് പറയുക. ആറാമത്തേത്, നന്ദിയുള്ള മൃഗമാണ് ഈ നായ, അല്ലേ? ചെറിയ ഒരു ഉപകാരം ചെയ്താൽ മറക്കൂല. അതല്ലേ ഈ നസീറ താത്തയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അവരെ എല്ലാം എടുത്തു കൊടുത്തു, നായക്ക് അങ്ങോട്ട് പോയാൽ മതി, പക്ഷെ അത് വീണ്ടും തിരിച്ചു വന്നു. അതിൻ്റെ മരണം വരെ ഇവരെ മറക്കൂല. അതിന് അത്രമാത്രം നന്ദിയുള്ള ജീവിതമാണ്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ അത് വാലിങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കും. പട്ടി വാലാട്ടുക എന്ന് പറയില്ലേ, അത് നന്ദിയുടെ ഒരു പ്രകടനമാണ്. പിന്നെയോ ഏഴാമത്തേത്, താമസിക്കാൻ പ്രത്യേകമായൊരു സ്ഥലമൊന്നും വേണ്ട, കിട്ടുന്ന സ്ഥലത്തത് അങ്ങോട്ട് താമസിക്കും. അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് പ്രത്യേക ഒരു സമയം സ്ഥലമൊന്നും വേണ്ട, ഏത് സമയത്തും അള്ളാഹുവിനെ ഓർക്കണം എന്ന ഒരു സന്ദേശം ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. എട്ടാമത്തേത്, മരണപ്പെട്ടാൽ അനന്തരം ഒന്നും ഉണ്ടാവില്ല നായക്ക്, അല്ലേ? ഒരു പട്ടി മരിച്ചു എന്ന് വെച്ചാൽ ഇപ്പം എന്താ അവിടെ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല, അതിനെ കുഴിച്ചിടും എന്നതുപോലെ നമ്മളൊക്കെ പോവേണ്ടവരാണ്. നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും കൂട്ടിനുണ്ടാവുക, അല്ലാതെ പവറോ നമ്മുടെ സമ്പത്തോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴേ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കുക. ഒമ്പതാമത്തേത്, ഈ നായ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ടാൽ അമിതമായ ആർത്തിയോടുകൂടി പോയി തിന്നുന്ന ഒരു ജീവിയല്ല. ഇപ്പോൾ ഈ നായ കഴിക്കുമ്പോൾ അതിൻ്റേതായൊരു സ്പീഡിൽ കഴിക്കും, അതതിൻ്റെ പ്രകൃതി അതാണ്. അതല്ലാതെ ഒരു ആർത്തി കാണിച്ചിട്ടുള്ളൊരു ഭക്ഷണക്രമം നായക്ക് കുറവാണ്.
അതുപോലെ തന്നെ നമ്മളും അങ്ങനെ ആവണം. ഭക്ഷണം കഴിക്കുമ്പോൾ സാവകാശം ചവച്ചിറക്കി ഹലാലായ ഭക്ഷണം തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 10ാമത്തേത്, സ്വയം മനസ്സുമടുത്തു പോയാൽ പിന്നെ തിരിച്ചു വരൂല. അതാണ് നായ. ആട്ടി ഓടിച്ചാൽ ചിലപ്പോൾ പോയിട്ട് പിന്നെ തിരിച്ചു വരും. പക്ഷേ മനസ്സുമടുത്താണ് ആ നായ പോകുന്നതെങ്കിൽ പിന്നെ അത് തിരിച്ചു വരൂല. അതായത് തെറ്റിൽ നിന്നും നമ്മൾ മടങ്ങിയാൽ പിന്നെ തെറ്റിലേക്ക് പോവരുതെന്നാണ്. തെറ്റിലേക്ക് പോകരുത്. പിന്നെ തൗബ എപ്പോഴും ചെയ്യുക. ഇപ്പം ഈ 10 പാഠങ്ങൾ ഒരു നായിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ടെന്നാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഏറ്റവും വലിയ ഖൈറാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. മറ്റ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജീവികൾ, മനുഷ്യന്മാർ മറ്റുള്ളവരോട് സ്നേഹത്തോടെ കരുണയോടുകൂടി പെരുമാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറയുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറയുന്നു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.